ഇന്ന് ഗീതേച്ചി ഉണ്ടല്ല സ്വന്തം വീഡിയോ എടുക്കുവാന്നേ, മക്കളൊന്നുമില്ല. അതുകൊണ്ട് ഇന്നൊരു ഒരു അറ്റ കൈ പ്രയോഗിക്കുന്നു കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ഇതിനെ വലിയ ധാരണയൊന്നുമില്ല. ഇന്ന് നമ്മളെ വീട്ടിലെ പുതിയ വീടിൻ്റെ ഹാള് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഹാള്. എങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഇന്ന് എൻ്റെ മക്കളെ കുറച്ച് ഫോട്ടോസും നമ്മളെ ഫോട്ടോസും എല്ലാം കാണിച്ചത്. ഇതാണ് ഗീതേച്ചിയുടെ തയ്യൽ മെഷീൻ കേട്ടോ. സാധാരണ സ്പീഡ് മെഷീനാണ്. എല്ലാവരും എന്നോട് ചോദിക്കലുണ്ടായിരുന്നു. ഇന്ന് ഫോട്ടോസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ അമ്മയും അച്ഛനാണ് കേട്ടോ. മരിച്ചു പോയി. ഞാൻ എപ്പോൾ രാവിലെ എണീറ്റ് തൊട്ട് തലയിൽ വെക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. ഇനി അതല്ലേ നമുക്ക് പറ്റൂലൂ. ഇതെൻ്റെ ഈടുത്ത അച്ഛനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായി. പിന്നെ ഇതെല്ലാം എൻ്റെ മക്കൾക്ക് കണ്ടില്ലേ പഠിത്തത്തിന് കിട്ടിയതാണ് കേട്ടോ. അവർ നല്ലോണം പഠിക്കും. 10ാം ക്ലാസ്സിലും +2-ലും കിട്ടിയതായിട്ടില്ലേ. ഇതെല്ലാം കിട്ടിയതാണ് കേട്ടോ അവർക്ക്. ഇതെൻ്റെ അബിക്ക് എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ കബഡി മത്സരത്തിലെല്ലാം പങ്കെടുത്തിട്ട് കിട്ടിയ ഇതെല്ലാന്ന്. ഇനി ഫോട്ടോസ് കാണിക്കാം കേട്ടോ. ഇത് ഉണ്ണിമണിയാണ്. ഉണ്ണിമണി അബിയും കൂട്ടിയിട്ട് ഇത് എൻ്റെ ആങ്ങളേരെ മോള് വന്നു കേട്ടോ. ഇതും ഉണ്ണിമണിയാണ്. ഇതെൻ്റെ പെങ്ങളെ മോളാണ് കേട്ടോ. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കിട്ടിയ മോളാണ് ചിക്കിടും. ഇത് നമ്മൾ കണ്ടില്ലേ ചെറുപ്പത്തിൽ കുട്ടികളെയും കൊണ്ടെടുത്ത ഫോട്ടോ ആണ്. കണ്ടില്ലേ ഗീതേച്ചിയുടെ കോലെല്ലാം മുരിങ്ങാക്കൈ പോലെ പപ്പാട്ട് ഗീതേച്ചിയെല്ലാം. ഇതെൻ്റെ അഭിക്കൂട്ടനാട്ടാ. നോക്കിയട്ടെ. അരക്ക് താഴേക്ക് നോക്കല്ലേ, മേലേക്ക് മാത്രം നോക്കിയോ. ഇതെൻ്റെ മോനെ കണ്ട നല്ല തക്കിട് കുട്ടനാന്ന്. ഇത് തടിച്ചുരുണ്ടിട്ട്. ഇതെല്ലാം ഉണ്ണിമണിയാണ് കേട്ടോ. ഇത് ഉണ്ണിമണി ഒരു 5-6 വയസ്സിലെടുത്തത്. ഇത് അച്ഛനും മക്കളെല്ലാം മാലിയിട്ട സമയത്ത് എടുത്തത്. ഇതെൻ്റെ ആര്യമോളാണ്, ആങ്ങളേരെ മോളാണ് കേട്ടോ. എന്നോളിപ്പം ഇല്ലതായി എൻ്റെ മോളാണ്. കണ്ടില്ലേ. ഇത് ഉണ്ണിമണിയാണ് കേട്ടോ. എന്ത് ക്യൂട്ടാന്ന് നോക്കിയിട്ട്. ഇത് മാധവങ്ങലം ദൃശ്യ സ്റ്റുഡിയോ നടത്തിയാണ് കേട്ടോ. ഞാനും എൻ്റെ ദീപിയും കൂടി പോയിട്ട് എടുത്തിന്. എൻ്റെ ഈ ഫോട്ടോത്തിൻ്റെ ഭംഗി കാരണം ആ സ്റ്റുഡിയോയിലുള്ളവർ ഇത് വെലിങ്ങനെ ആക്കിയിട്ട് സ്റ്റുഡിയോയിൽ പുറത്ത് വെച്ചിന് കേട്ടോ. പ്രദർശനത്തിന് ഒരു ഭംഗിക്ക് വേണ്ടി. ഇത് ഞാനും പപ്പാട്ടിനും കേട്ടോ ഊട്ടിയിൽ ടൂർ പോയൊരെടുത്തിയാണ്. നമ്മൾ ടൂറെല്ലാം പോയിന് കേട്ടോ. ഇതാ കണ്ടില്ലേ നമ്മളെ ഫാമിലി ഫോട്ടോ. ഇത് അബിയും ഉണ്ണിമണി കണ്ടില്ലേ. ഇത് അവരെ അങ്ങത്തോളം ഐക്യതി സ്നേഹം വേണം. ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കും കേട്ടോ എൻ്റെ മക്കളെ. ഇത് ഗീതേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഇതിനിടയ്ക്ക് ഞാൻ കാണിച്ചിട്ടായിരുന്നു ഒരു മോളെ അയച്ചു തന്നത്. ഇതൊരു കല്യാണ ഫോട്ടോ. ഇത് കാണിക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം പപ്പാട്ടിൻ്റെ ചങ്ങായി ഇതെല്ലാന്ന്. പിന്നെ ഇതിലത് ഒരു ടെഡി ബിയറാണ് കേട്ടോ. ഇതും കൂടി കാണിച്ചാൽ ഇത് പൂർത്തിയാവില്ലേ. ഇത് മൈസൂരിലേക്ക് ടൂർ പോയാലും വാങ്ങിയതാട്ടോ. ഒരു കൗതുകത്തിന് മേടിച്ചതാണ്. ഞാൻ പാപ്പാട്ടോടൊന്ന് എപ്പോഴും വീടാകുമ്പോൾ നമുക്ക് ആ ഷോക്കേസിൽ വെക്കാമെന്ന്. ഇതുവരെ വീടായി കേട്ടോ. ഓരോരോ ആൾക്കാരുടെ വീട്ടിലാണ് നമ്മളിതിപ്പം വെക്കുന്നത്. വാടകയ്ക്ക് മാറുന്നതിനാ. ഇവിടെ കുട്ടികളെല്ലാം കളിക്കാവുന്ന ഇതിന് വേണ്ടി ഇത് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിട്ട് വാങ്ങും കേട്ടോ. കാരണം എന്തിട്ട് അറിയാം, എനിക്കൊരു നിർബന്ധമുണ്ട്. എൻ്റെ സ്വന്തം വീടിൻ്റെ ഷോക്കേസിൽ ഞാനത് വെക്കുന്നു അല്ലേ. ചില വാശികൾ നമുക്ക് നല്ലതല്ലേ, സാധിക്കട്ടെ അല്ലേ. എന്നാൽ കുഞ്ഞു വീടിന് നാളെ വരെ സ്വന്തം ഗീതേച്ചി.